റോമാലേഖനം 12-14 നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിക്കും. യേശു തമ്പുരാൻ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു വാക്യത്തോട് സാമ്യമുള്ള മറ്റൊരു വാക്യമാണ്, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ എന്തുകൊണ്ടാണ് കേൾക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് പുതിയ കൃപാവരങ്ങൾ നൽകാതെ പോകുന്നത്? അതിനുള്ള ചോദ്യം ഇത് തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കെതിരായി പ്രവർത്തിക്കുന്നവരോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുവാൻ കഴിയണം. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ നമ്മുടെ ശത്രുക്കൾ എന്ന് കരുതുന്നവരോട്, നമ്മളെ ശത്രുക്കളായി കരുതുന്നവരോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുവാൻ കഴിയണം. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മളിലേക്കും ഉണ്ടാകും. ദൈവത്തിന്റെ കരുണയുണ്ടാകും പ്രാർത്ഥനകളിൽ. അതുകൊണ്ട് നാം ശത്രുക്കളെ അനുഗ്രഹിക്കണം. ശപിക്കാതെ അനുഗ്രഹിക്കുമ്പോഴാണ് നീ ഒരു അനുഗ്രഹമായി തീരുന്നത്.